ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നൂര് വയനാട് എന്ന ഒരു ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ മുൻപിലാണ്. ഇവിടുത്തെ എൻട്രിയാണിത്. പാസ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെ നിന്ന് നമ്മൾക്ക് മേലോട്ട് പോകുമ്പോൾ ഗോത്ര തനത് അമ്പെയ്ത്ത് എന്ന് കാണാൻ കഴിയും. നമ്മൾ അവിടുന്ന് 30 രൂപ ഫീസ് അടിച്ച് കുറച്ച് അമ്പുകളൊക്കെ എടുത്ത് അമ്പെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ അമ്പെയ്ത് വീഴ്ച നമുക്കവിടെ മുള കൊണ്ടുള്ള കപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. സമ്മാനമായിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾക്കത് ലഭിച്ചില്ല. ചെറിയൊരു വ്യത്യാസത്തിലെല്ലാം മാറിപ്പോയി. ഞങ്ങൾ മാക്സിമം പരിശ്രമിച്ചു. പിന്നെ ഈ എല്ലാവരും വന്ന് അമ്പുകൾ എഴുതാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ആർക്കും തന്നെ കിട്ടിയില്ല. ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കറക്റ്റ് ഉന്നത്തിൽ നമുക്കത് കിട്ടാൻ കുറച്ച് പാടാണ്. വയനാട്ടിലെ ആദിവാസി ഊര് എന്ന് പറഞ്ഞ് നമ്മളിവിടെ വന്നപ്പോൾ നമ്മളുടെ സങ്കല്പത്തിലുള്ള ഒരു ആദിവാസി ഊരല്ല ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും കാണുവാൻ വേണ്ടി കൃത്രിമമായി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ആദിവാസി ഊരാണ്. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ശരിക്കും ആദിവാസികളെയൊക്കെ കാണാം, ആദിവാസികളുടെ കുടിലൊക്കെ കാണാം എന്ന് വിചാരിച്ചാണ് ആദിവാസി ഊരെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ചാടി ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല. അവരൊക്കെ നമ്മളെ അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. ഇതിപ്പോൾ അവരെ ഇതിൽപ്പെട്ട അമ്പയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്പ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. 3-4 അമ്പ് നമുക്ക് 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇത് അവരുടെ ഫോട്ടോസാണ്. ഇത് മാത്രമാണ് നമ്മൾ ശരിക്കും നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇങ്ങനെയാണ് ആദിവാസികൾ എന്നാണ് നമുക്ക് ഫോട്ടോയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു, നേരിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഇത് അവരുടെ ഔഷധങ്ങളാണ്. ഇത് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഞങ്ങളിതിൻ്റെ ഷുഗറിൻ്റെ മരുന്നും മാത്രം മേടിച്ചു. പിന്നെ വേദനയുടെ തൈലവും മേടിച്ചു. ഇത് രണ്ടും മേടിച്ച് ബാക്കി മെഡിസിൻസിനൊക്കെ നല്ല റേറ്റുകളുണ്ട്. ഇതാണ് ആദിവാസി കുടിൽ. നമ്മുടെ സങ്കല്പത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കുടിലാണ്. നമ്മളിവിടെ കയറുമ്പോൾ കാണാം, മൊത്തം കല്ല് വിരിച്ചതാണ്. നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും കണ്ടോ, നമ്മുടെ ഇപ്പോഴത്തെ പോലെയുള്ള നിലം, അതുപോലെ തന്നെ ഭിത്തി, മേൽക്കൂര എല്ലാം പായം കൊണ്ട് മേഞ്ഞേക്കുന്ന പോലത്തെയാണ്. അപ്പം നമ്മളെക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ കൃത്രിമമായി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ആദിവാസി ഊരാണിത്. പിന്നെ താഴേക്ക് ഉള്ള 2-3 ഇങ്ങനെ കുടിലുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. അതിലുള്ള മതിലുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും ഇതൊക്കെ ഒരു മണ്ണ് പോലത്തെ എന്തോ ഒരു ഇതുകൊണ്ട് അവരിത് കെട്ടിവെച്ചിരിക്കുന്നതാണ്. പിന്നെ ചുറ്റും നല്ല പച്ച പുല്ലുകളാണ്. പിന്നെ അങ്ങ് കുന്നുകളും മലകളൊക്കെ ധാരാളമായി കാണാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തെവിടെയാണ് ശരിക്കും ആദിവാസികൾ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് ഒരു വഴിച്ചാൽ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാണാൻ കഴിയും, വഴിച്ചാൽ കാണുന്നുണ്ട്. അതിൽ ആൾക്കാർ കയറി പോകുന്നുണ്ട്. പക്ഷെ ശരിക്കും അങ്ങോട്ട് എൻട്രി ഇല്ല. അത് എങ്ങനെയോ അവരവിടെ കയറിപ്പോയി. അപ്പുറത്ത് ആദിവാസികളുണ്ട്, കാണാമെന്ന് പറഞ്ഞ് പോകുന്നവരാണത്. പക്ഷെ നമുക്ക് സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞ് പോകാൻ പാടില്ല. അങ്ങനെ ആദിവാസി ഊരിൽ നിന്ന് നമ്മൾ താഴെ എൻട്രി ഭാഗത്ത് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. വിദേശികളടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇതിൻ്റെ എൻട്രിയുടെ ഫ്രണ്ടിൽ തന്നെ നിലത്ത് ചമ്രപ്പടി ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ നമ്മൾക്ക് താഴെ നിന്ന് വണ്ടി വരുന്നത്, വലിയൊരു കയറ്റത്തിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ താഴെ നിന്ന് നമുക്ക് ഇന്നോവയുണ്ട്, ജീപ്പും ഉണ്ട്. രണ്ടിനും വ്യത്യസ്ത റേറ്റാണ്. ഞങ്ങൾ ഇന്നോവയാണ് എടുത്തത്. അപ്പോൾ ഇന്നോവയ്ക്ക് വേണ്ടി നമുക്കൊരു പാസ് തരും. അത് കളയാതെ കൈ പിടിക്കണം. തിരിച്ചു വരുമ്പോൾ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ ഇന്നോവയിൽ കയറി നമ്മൾ താഴെ എത്തിക്കുന്നതാണ്. നമ്മുടെ വണ്ടി അങ്ങോട്ട് കിടത്തി വിടില്ല. പാർക്കിംഗ് വരെയാണ് നമ്മുടെ വണ്ടി എത്തുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാപ്പിപ്പൊടി, മറ്റനേകം സാധനങ്ങളുണ്ട്, അച്ചാറുകൾ. പിന്നെ ആദിവാസികളുടെ ഭക്ഷണമായ ഈ മുളയിലുള്ള പുട്ട്, അതുകൂടാതെ ഐസ്ക്രീം, കോഫി, മറ്റ് ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നതാണ്. പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ അങ്ങനെയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവരത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ താഴെയെന്ന് പറഞ്ഞാൽ വലിയൊരു കയറ്റമാണ് മേൽ വരെ. പിന്നെ മേലിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകളാണ്. ഇതിൻ്റെ താഴത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത്. പിന്നെ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല. ഞങ്ങളുടെ ഡ്യൂ ഡ്രോപ്സ് എന്ന ചാനലിൻ്റെ നെയിം മാറ്റി ട്രാവൽ വേൾഡ് എന്നാക്കി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.